രാവിലെ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ കാസ്റ്റിങ്ങിന്. ട്രൈപ്പോഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഹുക്കപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെങ്കിൻ ഫ്രോഗാണെന്ന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലൈമൻ്റെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പെങ്കിൻ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫ്ലൈമൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പെങ്കിൻ എന്ന് പറഞ്ഞ ഫ്രോഗിനെ കുറിച്ച് പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 8 to 9 ഗ്രാം ഉണ്ട്. സോഫ്റ്റ് ആൻഡ് ഫ്രോഗ് കണ്ട ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് ഹുക്കപ്പ് റേഷ്യോക്കിൻ്റെ അടിപൊളി ആക്ഷനുള്ള ഫ്രോഗാണ്. പരാലും ചെറുമീനൊക്കെ ഒരുപോലെ അടിക്കാൻ പറ്റിയ ഫ്രോഗാണ്. നമുക്ക് എറിഞ്ഞ് നോക്കിയിട്ട് ഇതിൻ്റെ ആക്ഷൻ എങ്ങനെ നോക്കാം. അടിപൊളി റിസൾട്ട് പറഞ്ഞുള്ള ഫ്രോഗാണ് ഫ്ലൈമൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ. നമുക്ക് നോക്കാം. കണ്ടോ കണ്ടോ ആ മതലിൻ്റെ ആ പുല്ലിൻ്റെ അവിടെ അത് വെട്ടിൻ്റെ അവിടെ ഏകദേശം രാവിലെ 6:45 സ്പോട്ടിലെത്തിയിട്ട് അപ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു ചേട്ടൻ വന്നുകൊണ്ട് അവിടെ ഉള്ള നായ്ക്കൾക്കെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടാണ് നമ്മൾ ആ ദിവസം തുടങ്ങിയത്. ഇട്ടപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടാ. എൻ്റെ യാത്ര എന്ന കാരണം കൊണ്ട് സാധനം കിട്ടിയില്ല. വലിയ സൈസൊന്നും ഇല്ല കേട്ടോ. റിലീസിങ് സൈസാണ് കേട്ടോ. നമ്മൾ എടുക്കൂല, റിലീസ് ചെയ്യും. പിന്നത് ആദ്യത്തെ മീനാണ്. ശരിക്കും വായിൽ കുടുങ്ങിയിട്ടാണ് സാധനത്തിൻ്റെ അത്യാവശ്യം ഉണ്ടാ. പെങ്കില് തീരെ ഇത്ര ചെറുതായിട്ട് പോയി നോക്കിയേ. ഫ്രോഗിനകത്തോട്ട് എടുത്തു നോക്കിയേ. ഇതിൻ്റെ അഹങ്കാരം നോക്കണേ. ഷു ഇനി രക്ഷപ്പെടാവോ നോക്കാം നമുക്ക്. എന്തായാലും എങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വലിയ വരാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലുതും ചെറുതും ഒരുപോലെ ഇതിൽ കയറുന്നു നമുക്ക് മനസ്സിലായി. ഇത് നോക്കുക, അതിൻ്റെ വായരുള്ളി ജസ്റ്റ് കൊണ്ടിട്ടുള്ളൂ. അമ്മമാരൊരു കാര്യം. അപ്പോൾ ഇത് വിട്ടു പോന്നിട്ടുണ്ട്. നമ്മൾ റിലീസ് ചെയ്യാൻ കേട്ടോ. ഇത്ര ചെറുതിനൊക്കെ എടുത്തിട്ട് എന്തിനാ, ഇതൊക്കെ വളർന്ന് വലുതാവാനുള്ള കളയാം. കറക്റ്റ് അത് അടിച്ചപ്പോൾ ഫ്രോഗ് നല്ല കറക്റ്റായി തിരിഞ്ഞു. പിന്നെ നല്ല സോഫ്റ്റ് ആണ്. അതാണ് ഈ ഫ്രോഗിൻ്റെ പ്രത്യേകത. അയ്യോ, സിംഗിൾ സ്പിന്നറിൽ ഇത്ര ആക്ഷൻ വരുന്ന ഫ്രോഗ് ഞാൻ വേറെ കണ്ടില്ല കേട്ടോ. സ്പിന്നറിൻ്റെ പ്രത്യേകത ആയിരിക്കും. കണ്ടില്ല, ഒരു പ്രത്യേകതരം സ്പിന്നറാണ്. അതിൻ്റെ ഷേപ്പ് കണ്ട്. അവിടെ ഒരു സൈസ് സാധനം കിടന്ന് മറുപടി താമരയുടെ ഇടയിലാണ് അടിക്കുക. നമുക്ക് നോക്കാം. വരാൻ അടിച്ചിട്ടുണ്ട് ഹെവി ഫ്ലൈമൻ്റെ പെങ്കിനുണ്ട്. ഹെവി സാധനം. ഷുവർലി 1+. ഇപ്പോൾ റോഡ് പോകുമ്പോൾ എനിക്കൊരു പേടി. ഷുവർലി 1+ ഐറ്റം. ലെറ്റ്സ് സീ. മാൻ ടാപ്പ് സാധനം. മാൻ ടാപ്പ്. പിന്നെ വാട്ട് ഇസ് ദിസ് മാൻ ടാപ്പ്. ഫ്ലൈമേൻ്റെ പെങ്ങിൽ മാൻ ടാപ്പ് അടിച്ചിരിക്കാം നമുക്ക്. വേറെ ലെവൽ അല്ലേ. സൈസ് ഉണ്ടാ. ഇത്ര ഹെവി സാധനമാണ് നമ്മളെ പെങ്കിൻ. പെങ്കിൻ മോനെ
അപ്പോൾ ഈ ചണ്ടിയുടെ നമ്മൾ എറിഞ്ഞ് അടുപ്പിച്ചാണ്. ചണ്ടിയുടെ അടുപ്പിക്കാൻ ബെസ്റ്റ് ഫ്രോഗാണെന്ന് നമുക്ക് മനസ്സിലായി. അധികം സൈസില്ല ഫ്രോഗ്, നല്ല ആക്ഷനുണ്ട്. ഒരേ ഏരിയയിൽ ഒരുപാട് തവണ നമ്മൾ വലിച്ചിട്ട് അപ്പോഴാണ് ഇവൻ അടിച്ചത്. ഇതെങ്ങനെ ഊരെടുക്കുന്ന നോക്കാം. ഇന്നത്തെ വേട്ട ഇതൊക്കെ എന്ത് അല്ലേ. ഫ്ലൈമാൻ്റെ പെങ്കിനുണ്ട്, സൈസ് ആണ് കേട്ടോ. ഷുവർലി 1+. നമുക്ക് തൂക്കി നോക്കാം. ഒന്നര കിലോ അടുപ്പിച്ച് വരും കേട്ടോ. ഇത് എനിക്ക് കിട്ടിയാൽ, ഇതുവരെ കിട്ടിയാൽ ഏറ്റവും സൈസുള്ള വരാലാട്ടത്. വരാൽ 1,400 എന്തായാലും വരും. 50 ഗ്രാം ഈ മെഷീനിൽ ഉണ്ടാവായിരിക്കും. ട്രൈപ്പോഡ് വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സൂര്യൻ്റെ പ്രകാശം കാരണം കൊണ്ട് അതിൽ ക്ലിയർ അല്ല വെയിറ്റ് കാണിച്ചത്. ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് കേട്ടോ. മിസ്സായി. അതെ, ശരിക്കും അടിച്ചിട്ടുണ്ടായില്ല. ആക്കാൻ ബാക്കിൽ കൂടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു. പിന്നെ ഹുക്കപ്പിൻ്റെ ഓറാറും കൊണ്ടാണ് അങ്ങനെയും പൊന്തി വന്നത്. നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാൻ കേട്ടോ നമ്മുടെ ഫ്ലൈമൻ്റെ പെങ്ങിനെ കൊണ്ട്. അപ്പോൾ റീല് വരുന്ന ഡൈവേഴ്സ് CC80, റോഡ് ബ്ലാക്ക് മാക്സ് അബുഗാസിര, ബ്രൈഡ് 12Xൻ്റെ ഏതൊരു ബ്രൈഡാണ്, ജോഫിൻ ബ്രോ വാങ്ങിക്കൊണ്ടെന്നാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. 12Xൻ്റെ ബ്രൈഡ് വേണം അത്യാവശ്യം, നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകട്ടെ നമുക്ക്. ഹെവി സാധനം അടിക്കാൻ ഞാൻ ലൈന് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ലൈനിൻ്റെ കെട്ട് പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ്. ഭാഗ്യത്തിന് ഇന്ന് അടിച്ച ഹെവി സാധനം ലൈനൊന്നും അടിച്ച് പൊട്ടിച്ചില്ല, ബ്രൈഡ് പൊട്ടിച്ചില്ല.